ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃപ്പുകയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തൃപ്പുക എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് നടത്തുന്ന സുന്ദരവും അതീവ സുഗന്ധപൂരിതവുമായ ഒരു ചടങ്ങാണ്. ഭഗവാനെ ഉറക്കാൻ കിടത്തുന്നതിന് മുൻപ് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന ചടങ്ങാണ് തൃപ്പുക. ഇതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ രാത്രിയിൽ അത്താഴപൂജ കഴിഞ്ഞ സമയത്ത് വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിലെത്തി. അന്ന് ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം കണ്ട കാഴ്ച, ഭഗവാൻ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചുവെച്ച് ക്ഷീണിതനായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. പകലറിയാമല്ലോ, ലക്ഷക്കണക്കിന് ഭക്തരുടെ സങ്കടങ്ങൾ കേട്ടും അനുഗ്രഹം നൽകിയും ഭഗവാൻ തളർന്നിരിക്കുന്നു എന്ന് സ്വാമിയാർക്ക് തോന്നി. ഭഗവാന്റെ ഈ ക്ഷീണമകറ്റാനും സുഖകരമായ ഉറക്കം ലഭിക്കാനുമായി ചില സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. അഷ്ടഗന്ധം, ചന്ദനം, അകിൽ തുടങ്ങിയ 12ഓളം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത പ്രത്യേക കൂട്ടാണ് പുകയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അത്താഴ ശീവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചാൽ തൃപ്പുക നൽകുന്നു. ഇത് ശ്രീകോവിലിനുള്ളിൽ നിറയുന്നു. ഒരു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ജഗന്നാഥനായ ഭഗവാനെ ഒരു ഉണ്ണിക്കണ്ണനായി കരുതി ഭക്തർ ഉറക്കാൻ കിടക്കുന്ന ചടങ്ങാണ് ഇത്. തൃപ്പുക നടക്കുമ്പോൾ ഭക്തർക്ക് ദർശനമുണ്ടാവില്ല. പുക ഉയർന്നു തുടങ്ങിയാൽ നട അടയ്ക്കും. ഈ പുക ശ്വസിക്കുമ്പോൾ ഭഗവാന്റെ ശരീരത്തിനും മനസ്സിനും കുളിർമ ലഭിക്കുമെന്നും ക്ഷേത്രാങ്കണം സുഗന്ധപൂരിതമാകുകയും ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നവർക്ക് പോലും സകല പാപങ്ങളും മാറി പ്രശാന്തമായ മനസ്സുണ്ടാവുമെന്നാണ് വിശ്വാസം. ഓം നമോ ഭഗവതേ വാസുദേവായ.